ഹായ് ഹലോ ഗൈസ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കനേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം നമ്മൾ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ സെറ്റ് ആവുന്ന ടൈമിൽ തന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ തൊട്ടടുത്ത അടുപ്പിൽ തന്നെ ഫ്രഞ്ച് ഫ്രൈസും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 4 പേർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ചിക്കനും ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് സോസാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് 1 കപ്പ് പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. പിന്നെ അതിലേക്ക് വേണ്ടത് ഒറിഗാനോ ആണ്. അപ്പോൾ ഒരു ലേശം ഒറിഗാനും അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം ചീസ് സ്ലൈസസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അത് ഓപ്ഷനിലാണ് കേട്ടോ. നമുക്കൊന്നുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഇനി നമുക്ക് ലോഡഡ് ഫ്രൈസ് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ ചിക്കൻ്റെ പീസസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ മയോണീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസുകളൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ വൈറ്റ് സോസും അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പുമാണ് ആഡ് ചെയ്യുന്നത്. ഇനി കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഇവിടെ സെറ്റായി. അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ അതൊക്കെ ഉണ്ടല്ലേ, നമ്മൾ ലോഡഡ് ഫ്രൈസ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ഓവണൊക്കെ ഉണ്ടെങ്കിൽ ഓവനിലൊന്ന് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഓവനിലില്ലെങ്കിൽ അടികട്ടിയുള്ളൊരു പാനിൽ അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ചീസൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.